അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഗോവൻ ബിക്കിനിങ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കഷ്ടപ്പെട്ടത് വെറുതെ നോക്കാട്ടോ ഇവിടുത്തെ ആളുകളെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഈ വേഷത്തിൽ ഇവിടെ ആരും കാണുന്നില്ല. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. അപ്പൊ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്. എന്താണ് ഒരു റെസ്പോൺസ് എന്നൊന്ന് കണ്ടു നോക്കാം. ഇവളെന്താ ഒരുമാതിരി വാവിടുത്തെ പശുവിനെ പോലെ? നമ്മള് പണ്ടേ പച്ച മലയാളല്ലേ സംസാരിക്കുള്ളൂ. ഇപ്പൊ പച്ച മലയാളത്തിൽ അവരോട് മീനിന്റെ വിലയൊക്കെ ഒന്ന് സംസാരിക്കാൻ പോകട്ടെ, ചോദിക്കട്ടെ എന്ത് പറയും എന്ന് നോക്കാം. അളിയ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോം കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. സ്റ്റോറി ഒരു ചേച്ചിന്റെ സ്റ്റോറി ഇന്ന് വരത്തില്ല. മാറിക്കില്ല, ഞാൻ ചേച്ചിനോട് ഒന്നെടുക്കട്ടെ. എനിക്കല്ലാണ്ട് ആർക്കും ഈ തൊലിക്കട്ടി ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. ഒരു ബിയർ അടിച്ചാലോ ക്യാമറ ചേട്ടാ? ഇതുവരെ ഇല്ല, വേണമെങ്കിൽ ഒരു ചേട്ടന്റെ മുഖഭാവം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. പുള്ളി ഹുക്ക വലിക്കാണ്, പക്ഷെ അതിലുപരി പുള്ളി എന്നെ വലിച്ചെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. Welcome to Neelan team. We are very happy to host you and we are very thankful to you can come here. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇന്നും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കല്ലേ? അതുകൊണ്ട് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സ് വേണം. പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ നോക്കാം നമ്മുടെ സൈസിന് പറ്റിയുണ്ടോന്നൂടെ നോക്കണേ. അവക്കടെ സൈസ് എത്ര ആയിരിക്കും മച്ചാനെ? ഒരു 36 എങ്കിലും ഉണ്ടാവും. പോടാ, അത്ര ഉണ്ടാവുള്ള. ഒരു 38D എങ്കിലും കാണും. അതുണ്ടാവും മച്ചാനെ. അപ്പൊ ഫുഡ് കഴിക്കാൻ പോയാലോ? ദൈവമേ, വടിയായ അളിയ. ഇപ്പൊ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ.